ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 28 സീറ്റുകളിൽ BNP ലീഡ് ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സഖ്യം 13 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. BNP നേതാവ് താരിഖുർ റഹ്മാൻ മത്സരിക്കുന്ന 2 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനു ശേഷം ബംഗ്ലാദേശിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. BK സുഹൈൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുഹൈൽ, 28 സീറ്റുകളിലാണ് ഇപ്പോൾ BNP ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആദ്യ ഫലസൂചനകൾ BNPക്ക് അനുകൂലം എന്ന് പറയാം. തീർച്ചയായും മഹേഷ്, ആദ്യഘട്ട സൂചനകൾ പ്രകാരം താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ മുൻതൂക്കം നേടുന്നത്. മിക്ക നഗരങ്ങളിലുമാണ് അവർക്ക് ലീഡുള്ളത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സഖ്യവുമുണ്ട്. 11 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് പുതിയൊരു മുന്നണിയായി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ മത്സരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലാണ് ഈ സഖ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇതിന്റെ ഒരു ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരണമെങ്കിൽ നാളെയാകും. നാളെ രാവിലത്തോടു കൂടി കൃത്യമായൊരു ചിത്രം നമുക്ക് തെളിയുകയും ചെയ്യും. 2 വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഒരാൾ 2 വോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ. മറ്റൊന്ന് ഹിതപരിശോധനാ ഫലമാണ്. ഭരണഘടനാ പരിഷ്കാരങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഫലസൂചനകൾ പ്രകാരം യെസ് എന്ന് ആണ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഏകദേശം 50% ആകെ പോളിംഗ് നടന്നു. മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ അപേക്ഷിച്ച് ഇത് ഭേദപ്പെട്ട ഒരു നിലവാരമാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വെള്ളിയാഴ്ച രാവിലെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലയിടങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ഈ അർദ്ധരാത്രിയിലും തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോട് കൂടി ഒരു കൃത്യമായിട്ടുള്ള ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കും. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 28 സീറ്റുകളിലാണ് BNP ലീഡ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി സഖ്യം 13 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. BNPയുടെ നേതാവ് താരിഖ് റഹ്മാൻ, നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഖാലിദ സിയുടെ മകൻ, അവർ നാട്ടിലെത്തി പാർട്ടിയെ നയിച്ച് 2 സീറ്റുകളിൽ ഇപ്പോൾ മത്സരിക്കുന്ന 2 ഇടങ്ങളും അവർ ലീഡ് ചെയ്യുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന കളം വിടുമ്പോൾ അല്ലെങ്കിൽ അവാമി ലീഗ് ഇവിടെ നിന്ന് മാറുമ്പോൾ ആരാണ് ആ കളം പിടിക്കുക എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് വ്യക്തമാകും. BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.